നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചെറിയ പരിപാടിയാണ്. നമ്മൾ തട്ടേ പൈപ്പിടിയാണ്. രാത്രിയാണ്, ഇതുവരെ രാത്രി വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ തട്ടേ പൈപ്പിടുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അതിന് തട്ടേ പൈപ്പിടുമ്പോൾ വയറിങ്ങിന് പ്രാധാന്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തട്ടയിൽ പൈപ്പിടുക. അപ്പോൾ അതാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പൈപ്പുകളും അതേപോലെ തന്നെ ജംഗ്ഷൻ ബോക്സുകളും ബെൻഡുകളും ഒക്കെ ISI മാർക്കായിട്ടുള്ള ഇത് കണ്ട നോക്കിയാ കണ്ട ISI മാർക്കായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സംഭവം വേണം നമ്മൾ തട്ടയിലിടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വരുമ്പോൾ ഇതുണ്ട്, നങ്ങൂല, നല്ല ടെമ്പറായിട്ടുള്ളതായിരിക്കും. നമ്മൾ കനം കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചവിട്ടുമ്പോൾ പൊട്ടിപ്പോവും. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾ ബെൻഡറാണ്, ഇത് ബെൻഡറാണ്. നമ്മുടെ ടെക്നീഷ്യന്മാർക്ക് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അതേപോലെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോൾ, പണിക്കാർ നടക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഞാനൊന്ന് വളച്ച് കാണിച്ചു തരാം. നമ്മൾ ബെൻഡ് സ്പ്രിങ് ഇടുക, ഇതിങ്ങനെ ഓഫ്സെറ്റ് അടിച്ചിടുക എന്ന് പറയും ആദ്യം. ഈ ഒരു വളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ജംഗ്ഷനെ നമ്മുടെ തട്ടിൻ്റെ ലെവലിൽ നിർത്താനായിട്ട് പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ പൊങ്ങിപ്പോകുന്ന അത്രയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ റെഡിയാക്കിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നടക്കാൻ. അപ്പോൾ ആദ്യം തന്നെ 10-20 പൈപ്പ് ഇതേപോലെ വളച്ചൊക്കെ ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൈജു ബ്രോ ഇവിടെ ബാക്കി പരിപാടികളുണ്ട്. ആ ഫ്ലാഷ് ഉണക്കി സൈഡിൽ. അപ്പോൾ നൈജു ഉണ്ട് കൂട്ടത്തിൽ മാവനുണ്ട്, പിന്നെ നമ്മുടെ കമ്പനിക്കാർ പിള്ളേരെല്ലാവരും ഉണ്ട്. ചേട്ടച്ചാരുടെ വീട്ടിൽ തന്നെയാണ്, അത് കാരണം കേട്ടോ. അപ്പോൾ ചേട്ടച്ചാരുടെ വീട്ടിലാണ് തട്ടേ പൈപ്പ് ഇടുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാരി, ഇല്ലാന്നുണ്ടെങ്കിൽ നൈജു കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ബാക്കി പരിപാടികൾ പുറകെ കാണാം. അപ്പോൾ നമ്മളിനി സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ വയറിങ്ങിൻ്റെ കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കേസ്. അതേപോലെ തന്നെ നമ്മൾ ഭിത്തി വെട്ടിപ്പൊഴുക്കിൽ മാക്സിമം കുറക്കുക എന്നുള്ള സെറ്റപ്പ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതിപ്പോൾ ഒരു ഫാനിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ ഫാനിൻ്റെ പോയിന്റിൽ നമ്മുടെ ഒരു 4-വേ ജംഗ്ഷൻ ബോക്സാണ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ 4-വേ ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് നമ്മൾ 4 സൈഡിലേക്കും കൃത്യമായിട്ട് 4 സൈഡിലേക്കും മറിക്കും. അപ്പോൾ 4 സൈഡിലേക്ക് മറിക്കുക വെച്ചാൽ ഒരു ഫാനിൻ്റെ പോയിന്റും അതേപോലെ തന്നെ 4 സൈഡിൽ ഇപ്പോൾ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 4 സൈഡിലെ ലൈറ്റിൻ്റെ വയറും നമുക്ക് ആ ഒറ്റ പൈപ്പിൽ കൂടി കൊണ്ടുപോകാൻ പറ്റും. അതിനായിട്ട് ഭിത്തി നമ്മൾ മുഴുവൻ ചുറ്റി വെട്ടേണ്ട ആവശ്യം വരില്ല. ചില ആൾക്കാർ മൊത്തത്തിൽ ചുറ്റി വെട്ടി അപ്പുറോടി കറക്റ്റായി കൊണ്ടുവന്നിട്ട് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 4-വേ ജംഗ്ഷൻ ഇട്ട് 4 സൈഡിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ, ഒരു റൂമിൻ്റെ 4 സൈഡിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആ വയറിംഗ് കോസ്റ്റ് ലാഭിക്കാം. അതേപോലെ തന്നെ ലേബർ കോസ്റ്റും ലാഭിക്കാം. മൊത്തത്തിൽ കറക്കിയൊക്കെ വെട്ടേണ്ട ആവശ്യം വരില്ല. പൈപ്പിൻ്റെ കോസ്റ്റും ഒക്കെ മൊത്തത്തിൽ കുറവ് വരും. അതേപോലെ വയറിൻ്റെ കോസ്റ്റിലും കുറവുണ്ടാവും. പിന്നെ ഇതിൽ ഈ ഒരു ജംഗ്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരിക്കലും നമ്മൾ പവർ ലോഡ് കയറ്റാൻ പാടുള്ളൂ. കൃത്യമായിട്ട് ലൈറ്റ് ലോഡ് മാത്രമേ കയറ്റാവുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ബെഡ് സൈഡിലേക്ക് 2-വേ കൺട്രോളിൻ്റെ വയറുണ്ടാവും. അതിന് നമ്മൾ അഡീഷണലായിട്ട് പൈപ്പ് ഇടുക. 2-വേ കൺട്രോളും LCDയും പവർ സർക്യൂട്ട് വേറെയും നമ്മുടെ 2-വേ കൺട്രോളിനായിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് കൂടി ഡോർ സൈഡിലുള്ള നമ്മുടെ സ്വിച്ച് ബോർഡിലേക്കും അതേപോലെ തന്നെ ബെഡ് സൈഡിലുള്ള സ്വിച്ച് ബോർഡിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരേ പൈപ്പ് കൂടി ഇടുക. അപ്പോൾ സിമ്പിളായിട്ട് പരിപാടികൾ നടക്കും, കോസ്റ്റും കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്പേസർ വെച്ചിട്ട് പൊക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഓഫ്സെറ്റ് അടിച്ച് വെച്ചിട്ട് ആ പീസാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളത്. വേണ്ട, ഇങ്ങനെ ഈ കമ്പിയുടെ മേളിൽ കൂടി വന്ന് അടുത്ത കമ്പിയുടെ അടിയിൽ കൂടിയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊസിഷനാണ്. ഈ മാർക്കിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പൊതുവെ പുറകെ പറയാം കേട്ടോ. എൻ്റെ കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക കേസ് കൂടി ഉണ്ട്. അതായത് നമ്മൾ സാധാരണ വീട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി വെച്ചാൽ റൂമിൻ്റെ സെൻറ്റർ കറക്റ്റ് എടുക്കും. സെൻറ്റർ കറക്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഫാൻ പോയിൻ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടാണ്ട് വരും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ റൂം ചിലപ്പോൾ വലിപ്പം കൂടുതലായിരിക്കും. ബെഡ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ ബെഡിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് കാറ്റ് കിട്ടാത്ത അവസ്ഥ വരും. ബെഡ് ഒരു സ്ഥലത്ത് കിടക്കും, ഫാൻ ഒരു സ്ഥലത്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ബെഡിൻ്റെ സൈസ്, ബെഡ്റൂമിൻ്റെ സൈസൊക്കെ അളന്നിട്ട് കൃത്യമായിട്ട് ആ രീതിയിൽ വേണം പൈപ്പ് ഇടാൻ. സെൻറ്റർ ആയിരിക്കണം, പക്ഷേ റൂമിൻ്റെ സെൻറ്റർ ആകാൻ പാടില്ല. ബെഡിന് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മേത്ത് ഫാനും വീഴാൻ പാടില്ല, പക്ഷേ സേഫായിട്ട് കിട്ടുന്നൊരു രീതിയിൽ വേണം ആ ഫാൻ പോയിൻ്റ് കൂടി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ മച്ചന്മാരെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട പൈപ്പ് കറക്റ്റായിട്ട് കെട്ടി വെക്കണം. അതായത് അടിയിലത്തെ കമ്പിയില്ലേ, അടിയിലത്തെ കമ്പിയായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഡബിളായിട്ടൊരു ഹുക്ക് ഇടുക. ഇട്ടിട്ട് കറക്റ്റായിട്ട് ഈ സാധനം വെച്ചിട്ട് ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ട്, ഉടക്ക്, അത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുക. കറക്റ്റായിട്ട് കെട്ടി വെച്ചില്ലെങ്കിൽ അങ്ങാടും ഇങ്ങോട്ടും പൊങ്ങിപ്പോവും. പിന്നെ ഈ സാധനം നമ്മൾ കൊണ്ടുവരുന്നത് വേണ്ട,
കൃത്യമായിട്ട് ഇവിടെ മേശരി പണിക്കാരൊക്കെ ഉണ്ടാവും, കമ്പിപ്പണി. അവരുടെ സാധനം നൈസായിട്ട് നോക്കുക, എന്നിട്ട് അതിലെടുത്ത് വെച്ച് പണി ചെയ്യുക. ഇപ്പോൾ കമ്പികളെല്ലാം കറക്റ്റായിട്ട് പൈപ്പുകളെല്ലാം കറക്റ്റായിട്ട് കെട്ടി സെറ്റാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ നാളെ അതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ബ്ലോക്ക് കൊണ്ട് വെക്കും. ബ്ലോക്ക് വെക്കാനായിട്ട് പൊക്കുന്ന സമയത്ത് നമ്മുടെ പൈപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിന്നും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണ അലൈൻമെൻറ്റിൽ നിന്ന് വ്യത്യാസം വന്നാൽ ചിലപ്പോൾ കപ്ലിങ് അടിച്ചേക്കണത് അതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഊരിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ കെട്ടി വെക്കണം. നിലവിൽ നമ്മൾ ചെയ്തേക്കണ വെച്ചാൽ ഇത് ഇവിടെ കണ്ട ഇത് നമ്മുടെ ഫാൻ്റെ പോയിൻ്റാണ്. ഇതിന്മേൽ നിന്ന് 4 പോയിൻ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ട്. അപ്പോൾ 4 വശത്തെ ലൈറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ഈ പോയേക്കണ പൈപ്പ് ഉണ്ട്. ഈ പോയേക്കണ പൈപ്പ് നമ്മൾ 2-way കൺട്രോൾ ചെയ്യും. അത് നമ്മുടെ ബെഡ് സൈഡിൽ നിന്ന് നേരെ കറക്റ്റായിട്ട് പോയി കയറിയിരിക്കുന്നത് ഡോർ സൈഡിലേക്കാണ്. അതേപോലെ തന്നെ ഈ ഒരു പൈപ്പ് നേരെ വന്നേക്കുന്നത് AC-യുടെ പവറാണ്, ഡയറക്റ്റ് ഔട്ട് സൈഡിലേക്കാണ്. വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് സ്വിച്ചിലേക്ക് വെട്ടിക്കണമെന്നുണ്ടെങ്കിൽ സ്വിച്ചിലേക്ക് ചെയ്യാം. ഇപ്പോൾ പലരും സ്വിച്ചിലേക്ക് ചെയ്യാനൊന്നുമില്ല, കറക്റ്റ് ഡയറക്റ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. MCB കൺട്രോളാണ്. നമുക്ക് റിമോട്ടിലാണ് എന്തായാലും ഓണാക്കണേ, ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് ഓണാക്കാം. അവിടെയും നമുക്ക് കോസ്റ്റ് കുറക്കാം. സ്വിച്ചിൻ്റെ കോസ്റ്റ് പോയി, അതേപോലെ തന്നെ വയറിൻ്റെ കോസ്റ്റ് പോയി. സംഭവം സെറ്റ്. അപ്പോൾ ഒരു റൂമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത റൂമിൻ്റെ പരിപാടി ബാത്റൂം സംഭവമൊക്കെ നൈജു ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കാണാം, ഫുള്ള് തീർത്തിട്ട് ബാക്കി പരിപാടി ഞാൻ അവസാനം എല്ലാം കൂടി ഒരുമിച്ച് പറയാം. അതായിരിക്കും നല്ലത്. കൂടുതൽ വലിച്ചു നീട്ടിയാൽ മൊത്തത്തിൽ ശരിയാവില്ല. ഓക്കെ. അപ്പോൾ മച്ചാമാരെ, ഇതാണ് ഇന്നലെ നമ്മൾ രാത്രി കണ്ടതിൻ്റെ ബാക്കി. ഇത് നമ്മുടെ DBയുടെ സൈഡാണ് കേട്ടോ. ഈ പോകുന്ന പൈപ്പ് കൃത്യമായിട്ട് നമ്മുടെ 2-way കൺട്രോളിൻ്റെ പൈപ്പാണ്. അത് നമ്മുടെ ബെഡ് സൈഡിലേക്ക് പോകുന്നു. ഇവിടെ നേരെ ഡ്രോപ്പ് ഇറങ്ങും. അതേപോലെ തന്നെ നമ്മുടെ 4-way ജംഗ്ഷനിൽ വന്നിട്ട് 4 വശത്തേക്കും നമ്മൾ മറിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റേതും അതിലായി. പിന്നെ ഈ പൈപ്പ് നമ്മുടെ AC-യുടെ പൈപ്പാണ്. അതേപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ സൈഡിൽ നമ്മളൊരു വാട്ടർ ഹീറ്ററിൻ്റെ പവർ എടുക്കാനുള്ള ഓപ്ഷനായിട്ട് ഒരു പവർ ലൈൻ ഡയറക്റ്റ് ബാത്റൂം സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. അത് DBയിലേക്ക് വന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന് വന്നാൽ നമ്മുടെ ഹാളിലേക്കാണ് എത്തുന്നത്. ഹാളിൽ ചെറിയ ഹാളാണ്. അപ്പോൾ അവിടെ നമ്മൾ 4-way അങ്ങോട്ടും ഇങ്ങോട്ടും 4 വശം മറിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്റ്റെയർ സൈഡിലേക്ക് പവർ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പൈപ്പ് ഇട്ടിട്ടുള്ളത്. അതേപോലെ സ്റ്റെയറിൻ്റെ മേലായിട്ട് ഒരു 5 സ്പോട്ട് ലൈറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ജംഗ്ഷൻസ് വിട്ടിട്ടുണ്ട്. ഇതാണ് DBയുടെ ഭാഗം. അവിടെ നിന്ന് DBയിൽ നിന്ന് നേരെ ഒരു AC-യുടെ പോയിൻ്റ് അടുത്ത ബെഡ്റൂമിലേക്ക്. അതേപോലെ തന്നെ അവിടെ 3 വശത്തേക്കാണ് നമ്മൾ പൈപ്പ് മറിച്ചിട്ടുള്ളത്. ഒരു വശത്തേക്ക് നമുക്ക് മറിക്കാൻ പറ്റില്ല, അവിടെ വലിയ കമ്പിയുള്ള കാരണം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് അഡീഷണൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്രോസിംഗ് വരുമ്പോൾ നമുക്കിങ്ങനെ ചുറ്റിയുള്ള വെട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഭിത്തിയിൽ ചുറ്റിയുള്ള വെട്ട് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ വർക്കൊക്കെ കഴിഞ്ഞ് പേപ്പറൊക്കെ വെച്ച് അടക്കുവാണ് മൊത്തത്തിൽ. ജംഗ്ഷനും അതേപോലെ നമ്മൾ ബെൻഡറാക്കിയിട്ടുള്ള വശങ്ങളൊക്കെ കറക്റ്റായിട്ട് അടക്കണം. ഈ പൈപ്പിലാണ് കൃത്യമായിട്ട് AC-യുടെ പവർ വരുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡിലേക്കുള്ള പവറും ഈ ബോർഡിലേക്ക് വരും. എന്തായാലും നമ്മുടെ വാർക്കിൽ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, വാർക്കിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇവിടെ കൃത്യമായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരിക്കുക. ഇവരിവിടെ ട്രോളി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ഈ പൈപ്പിൻ്റെ പുറത്തൊക്കെ ചവിട്ടും കാര്യങ്ങളൊക്കെ വരും. അതാണ് ഞാൻ ഹൈ ക്വാളിറ്റി പൈപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നമ്മൾ കുറഞ്ഞ ക്വാളിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ചവിട്ടുമ്പോൾ സംഭവം പൊട്ടിപ്പോവും, പിന്നെ അതിൻ്റെ അകത്ത് ഗ്രൗട്ട് കയറും, പിന്നെ ഫുള്ള് ബ്ലോക്ക് ആവും. നമുക്ക് പിന്നെ അവസാനം വർക്ക് കഴിയുമ്പോൾ മുഴുവൻ കുത്തി പൊളിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ വരും. കണ്ടോ, ഇവർ ഈ ട്രോളിയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകും, അതിൻ്റെ പുറത്തുകൂടി ചവിട്ടിയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈപ്പ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മളിത് നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. ഓരോ സൈഡ് വാർക്കുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ പൈപ്പിന് ഡാമേജ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതാണ് പ്രധാനപ്പെട്ട പരിപാടി. അപ്പോൾ വാർക്കിൽ തീരുന്നവരെ നമ്മൾ നിൽക്കണം. നമ്മൾ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുള്ള വശങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് സംഭവം പോകുന്നത്. കപ്ലിങ് അടിച്ചിട്ടുള്ള വശങ്ങൾ ഊരി പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് തട്ട് പൊളിച്ച് കഴിയുമ്പോൾ ജംഗ്ഷൻ ബോക്സ് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. അതിൻ്റെ അത് ഗ്രൗട്ട് കയറി അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വെട്ടിപ്പൊളിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. തട്ട് വെട്ടിപ്പൊളിക്കുക എന്ന് വെച്ചാൽ ചെയ്യുന്ന പണി വളരെ റിസ്ക്കുള്ള പരിപാടിയാണ്. പൊട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ക്ലിയറായിട്ട് നോക്കുക. ഓരോ പൈപ്പുകളും വളരെ ശ്രദ്ധാപൂർവം നോക്കി ഉറപ്പ് വരുത്തുക. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുത്തുമ്പോൾ എന്തായാലും പൈപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ആ ഭാഗത്ത് പൈപ്പൊന്നും ഇല്ലാത്ത കാരണം പ്രശ്നമൊന്നുമില്ല. പൈപ്പുള്ള വശത്ത് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും എങ്ങനെയാണ് ഇത് തട്ട് പൊളിക്കുമ്പോൾ ഉണ്ടാകുക എന്നുള്ളത് കാണാനുള്ള ആകാംക്ഷ ഉണ്ടാവും. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും.